ഒരാൾ പെട്ടെന്ന് ശവക്കുഴിയിലെ മണ്ണിൽ നിന്ന് പൂവ് പോലെയുള്ളൊരു പാമ്പ് പുറത്തു വരുന്നത് കണ്ടു. ആ പാമ്പിന്റെ തല അപ്പോഴും മുടികൊണ്ട് മൂടപ്പെട്ടിരുന്നു. അദ്ദേഹം കൂടുതലൊന്നും ചിന്തിച്ചില്ല. ആ പാമ്പിനെ 2 കഷ്ണങ്ങളായി മുറിച്ച ഉടൻ തന്നെ ഒരു സ്ത്രീയുടെ വേദന നിറഞ്ഞ നിലവിളി കേട്ടു. പെട്ടെന്ന് തന്നെ ആകാശം കറുത്ത മേഘങ്ങളാൽ മൂടപ്പെട്ടു. ശക്തമായ കാറ്റും കനത്ത മഴയും പെയ്യാൻ തുടങ്ങി. പാമ്പിനെ മുറിച്ച ആ മനുഷ്യന് ഉടൻ തന്നെ മാനസിക വിഭ്രാന്തി അനുഭവപ്പെട്ടു തുടങ്ങി. ലാവോബായ് ഈ സംഭവത്തെക്കുറിച്ചറിഞ്ഞപ്പോൾ ഉടൻ തന്നെ അദ്ദേഹത്തെ കാണാൻ ഓടിയെത്തി. ഈ പാമ്പാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് അദ്ദേഹം ഊഹിച്ചു. പാമ്പിന്റെ ശരീരം കണ്ടെത്തി ഒരു പ്രശസ്തനായ സാധുവിനെക്കൊണ്ട് അതിന്റെ ദേഷ്യം മാറ്റുക എന്നതായിരുന്നു ഇതിനുള്ള പരിഹാരം. ലാവോബായ് ആദ്യം സ്വന്തം ശരീരത്തിൽ ഉപ്പ് വിതറുകയും പിന്നീട് ശവക്കുഴിയിലേക്ക് ഒരു നാണയം എറിയുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ശവക്കുഴി കുഴിക്കാൻ തുടങ്ങി. കുറച്ചു കുറുക്കന്മാർ അദ്ദേഹത്തെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ചുനേരം കുഴിച്ചതിനുശേഷം മണ്ണിൽ മുറിഞ്ഞുകിടക്കുന്ന അതേ പൂവ് പാമ്പിനെ ലാവോബായ് കണ്ടെത്തി. പാമ്പിന്റെ തല കണ്ടപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. പെട്ടെന്ന് മണ്ണുവെട്ടി എന്തോ ഒന്നിൽ തട്ടുന്ന ശബ്ദം കേട്ടു. വേഗത്തിൽ മണ്ണ് നീക്കം ചെയ്തപ്പോൾ അവിടെ ഒരു ഇരുമ്പ് ശവപ്പെട്ടിയിരിക്കുന്നത് അദ്ദേഹം കണ്ടു. ഇത് കണ്ട ലാവോബായ് ഭയപ്പെട്ടു. ശവപ്പെട്ടി കാണാൻ വിചിത്രമായി തോന്നിയതിനാൽ അതിൽ തുടരുതെന്ന് ഒരു സ്ത്രീ ഉപദേശിച്ചു. എന്നാൽ അത് കുഴിച്ചെടുക്കാൻ തന്നെ ലാവോബായ് തീരുമാനിച്ചു. കുറച്ച് ആളുകൾ ചേർന്ന് ആ ശവപ്പെട്ടി പുറത്തെടുത്തു. ഇത് സംസ്കാര ചടങ്ങുകൾ നടത്തുന്ന സ്ഥലത്തേക്ക് അയക്കാൻ തയ്യാറെടുത്തു. ദൂരെ കൂടുതലുള്ളതിനാൽ ഒരു രാത്രി ശവപ്പെട്ടി അമ്പലത്തിന് സമീപം വെക്കാമെന്ന് ലാവോബായ് കരുതി. ഇതിന്റെ അടുത്ത ഭാഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്.